അപ്പം അസന്ധത ആവൃത്തി വിതരണത്തിന് 3 പട്ടികകൾ വേണമെന്ന് പറഞ്ഞു. ഒന്ന് ഇൻറ്റേർണൽ മാർക്കിന്, മറ്റൊന്ന് ടാലി മാർക്കിന്, മറ്റൊന്ന് എത്ര തവണ ആവർത്തിക്ക് വേണ്ടിയുള്ള പട്ടിക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ ഫസ്റ്റത്തെ സ്റ്റാർട്ടിങ്, അതായത് ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 13. അപ്പോൾ 13 വെച്ച് തുടങ്ങാം. 13 ഇതിൽ എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട്? ഇവിടെ ഉണ്ടോ? ഇല്ല, ഇവിടെ ഇല്ല. പിന്നെ ഉള്ളത് ഈ ഒരു വരിയിൽ ഇവിടെയാണ് 13. അത് എത്ര തവണ ആവർത്തിച്ചു? ഇൻറ്റേർണൽ മാർക്ക് 13 നേരത്തെ എഴുതി. ഈ 13 എടുത്ത് ഇവിടെ എഴുതുക. അത് എത്ര തവണ ആവർത്തിച്ചു? ഒരു തവണയല്ലേ ആവർത്തിച്ചുള്ളൂ. അതുകൊണ്ട് ടാലി മാർക്ക് 1. ശേഷം ആ 13 എന്ത് ചെയ്യുക? വെട്ടിക്കളയുക. ഇത്രയേ ഉള്ളൂ. ഇനി 14 അടുത്തത്. 14 എത്ര തവണ ആവർത്തിച്ചു? ഇതാ ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, പിന്നെ ഇവിടെയും ഒരെണ്ണം. മൊത്തം എത്ര തവണ ആവർത്തിച്ചു? 3. അതുകൊണ്ട് 3 ടാലി മാർക്ക്. ഓക്കെ. ഇനി 15 എത്ര തവണ ആവർത്തിച്ചു നോക്കാം. ഇതാ 1, 2, 3, 4. ഇതാ 4 ആവൃത്തി ഫ്രീക്വൻസി. അതുകൊണ്ട് 4 ടാലി മാർക്ക് വരച്ചു. ഇനി 16 എത്ര തവണയുണ്ട്? ഇതാ 1, ഇതാ 2, ഇതാ 3. അതുകൊണ്ട് 16 3 ടാലി മാർക്ക്. ഇനി 17 എത്ര തവണ ആവർത്തിച്ചു? ഇതാ 1, 2 ടാലി മാർക്ക്. ഇനി അടുത്ത സംഖ്യ വരുന്നത് എത്രയാണ്? 18 നിങ്ങൾക്ക് കാണാം 8 തവണ ആവർത്തിച്ചു. 8 തവണ ആവർത്തിക്കുമ്പം എങ്ങനെ എഴുതേണ്ടത്? ഈ ടാലി എങ്ങനെ മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. അല്ലെങ്കിൽ 5 ഒക്കെ എത്തുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് 1, 2, 3, 4. ഇനി 5ാമത് ഒരു തവണ ടാലി വന്നെങ്കിൽ നിങ്ങൾ ഇതിനെ വെട്ടുക. അപ്പോൾ ഇവിടെ 5ആയി കണക്കാക്കി. ഇനി 6, 7, 8. അപ്പം ഇത് 8ആയി. 19 എത്ര തവണ ആവർത്തിച്ചു? 5 തവണ. അതുകൊണ്ട് ഇതാണ് ഇവിടെ 4 എഴുതിയിട്ട് ഒരു വര വരച്ചത്. ഇനി 20 എത്ര തവണ ആവർത്തിച്ചു? 4 തവണ. 4 മാർക്ക് ചെയ്തു. ടോട്ടൽ എത്ര കിട്ടി നമുക്ക്? 30 കിട്ടി. ആ ടോട്ടലും കൂടി എഴുതിയാൽ നമ്മളുടെ അസന്ധത ആവൃത്തി വിതരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പം ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ മനസ്സിലാവും. നമ്മൾ ഇതിൻ്റെയൊക്കെ ഒന്നും കൂടി നമ്മൾ വീഡിയോ ഇടും, പ്രത്യേകം ഇടും. ഈ ചെറിയ ഈ പ്രോബ്ലം ടൈപ്പുള്ള ഇതിൻ്റെയൊക്കെ നമ്മൾ ഇടും. ഇത് ചെറിയൊരു സ്റ്റാർട്ടിംഗ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ. ഇനിയും വലിയ കണക്കുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ വലിയ ഇതൊന്നും ഇല്ല, നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മനസ്സിലാക്കി വെച്ച് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ക്ലാസ്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിന് ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യൻ എക്കണോമിക്ക് വീട്ടിൽ വന്നാലും പിന്നെയും പഠിക്കാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.